ഹലോ, അപ്പോൾ നമ്മുടെ പുതിയ സ്റ്റൗ അൺബോക്സിംഗ് ആണ്. നമ്മുടെ ബട്ടർഫ്ലൈയുടെ റിഫ്ലക്ഷൻ 3 ബർണർ ഗ്യാസ് സ്റ്റൗ ആണ്. അപ്പം കൊണ്ടുവന്നപ്പോഴേ പാച്ചുകൂട്ട അതിൻ്റെ പൊക്കത്തോട്ട് കയറിയിരുന്ന് നേരെ ഇരുത്തിയതാണ്. കടക്കാൻ പറഞ്ഞപ്പോഴേ പുള്ളി അതിൻ്റെ പൊക്കത്ത് കടന്നു. അങ്ങനെ അത് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ പുള്ളി എൻ്റെ പൊക്കത്തുനിന്ന് മാറിയാൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അച്ഛൻ കൊണ്ടുവന്നപ്പോഴേ ഞാൻ വീഡിയോ എടുത്തു അൺബോക്സ് ചെയ്യുന്നത്. അങ്ങനെ പാച്ചുകൂട്ട അതിൻ്റെ മേത്ത് കടന്ന് അവനെ എടുത്ത് മാറ്റി അത് മുഴുവൻ തുറന്ന് നമ്മളത് ഈ പരിവാക്കിയെടുത്ത് ഇഷ്ടംപോലെ തെർമോക്കോളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സംഭവം അടിപൊളി പാക്കിങ്ങൊക്കെ ആയിട്ട് ഇനി ഞാനാണത് മൊത്തം ചെയ്യുന്നത്. അതെടുത്ത് വെച്ചു, അതിനകത്ത് നിന്ന് ആ കവറെടുത്ത് മാറ്റി ഇതിനി അടുക്കളയിൽ കൊണ്ട് സെറ്റ് ചെയ്യണം. ആ ബർണർ പോവാണ്ടിരിക്കാനും ആ മറ്റേ സപ്പോർട്ടുള്ള സാധനം പോകാതിരിക്കാനും ഒക്കെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഓപ്പൺ ചെയ്തപ്പോഴും പുള്ളി കയറി വന്ന് നോക്കി എൻ്റെ വീട്ടിലേക്ക് എന്താടാ കൊണ്ടുവന്നതെന്ന്. അങ്ങനെ ഞാൻ ആ 4 സ്ക്വയർ കൊണ്ട് അടുക്കളയെ കൊണ്ട് വെച്ച് സെറ്റ് ചെയ്ത് ഈ സ്റ്റൗ അവിടെ കൊണ്ട് തെർമോക്കോളിൽ ഇറക്കി വെച്ച് ഞാൻ വെച്ചിട്ട് സേഫായിട്ടിരിക്കുമല്ലോ. അങ്ങനെ അത് ചെയ്ത് കഴിഞ്ഞിട്ട് കറക്റ്റ് പ്ലേസിൽ പൊസിഷൻ ചെയ്തിട്ട് പിന്നെ നമ്മൾ ആ റിബൺ അവർ കെട്ടി വെച്ചിട്ടില്ല, ആ റിബൺ അഴിച്ച് മാറ്റണ്ടേ. അങ്ങനെ ആ ബർണർ ആദ്യം നേരെ വെച്ചിട്ട് എല്ലാത്തിൻ്റെയും ബർണർ മാറിക്കിടക്കുമായിരുന്നു. അങ്ങനെ ആ ബർണർ നേരെ എടുത്ത് വെച്ചിട്ട് നമ്മളിനി ആ റിബൺ അഴിക്കാൻ പോവുകയാണ്. സംഭവം നമ്മൾ ക്യാൻറ്റീനിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത്. പിന്നെ ആ റിബണെല്ലാം അഴിച്ചെടുത്തു. ഇനി ഇത് കത്തിക്കുന്നത് ഞാൻ തന്നെ ആയിരിക്കും. പക്ഷെ കത്തിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം ഇതിന് നോബ് വരുന്ന ബാക്കിലാണ്. അപ്പോൾ ബാക്കിൽ ഹോളിട്ടിട്ട് ഗ്യാസിൻ്റെ മറ്റേ ആ ട്യൂബ് കണക്ട് ചെയ്യാമെന്ന് വെച്ചു. സോ അപ്പോൾ അത് നാളെ ചെയ്യാമെന്ന് വെച്ചാൽ പറഞ്ഞു. അപ്പോൾ ഇത്ര ബൈ ബൈ, സീ യു, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ടാറ്റാ 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 ടാറ്റാ.